നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് വളരെ സങ്കടകരമായൊരു വാർത്തയാണ് നമ്മൾ രാവിലെ മുതൽ കേൾക്കുന്നത്, ഇന്നലെ മുതൽ കേൾക്കുന്നതാണ്. രാജേഷ് നേമത്തുകാരൻ അദ്ദേഹം അതിലൊക്കെ നമ്മളെല്ലാം അലട്ടിയ ഒരു പ്രശ്നം, എങ്ങനെ ഇയാൾ ഒഴുക്കിൽപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഞാനും അത് അതിശയത്തോടെ ഓർത്തോട്ടെ. കാരണം ഞാൻ വായിച്ചത് ഇയാൾ കണ്ണൂർ എന്തിനു പോയത്, ട്രെയിനിങ്ങിന് പോയത് അല്ല. ഇയാൾക്ക് അവിടെ ഇതിന് പരിശീലന കേന്ദ്രത്തിൽ ചുമതല കൊടുത്തിരിക്കുക, അവിടെയുള്ള രക്ഷാപ്രവർത്തകരുടെ പരിശീലനം ചുമതലയാണ്, അതിനുവേണ്ടി അങ്ങനെ പോയത്. അപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പരിശീലകനാണ് അദ്ദേഹം. ഇയാളൊരു ത്രോ ബോൾ പ്ലെയർ, ചാമ്പ്യനാണ്, അങ്ങനെ ചാമ്പ്യനും ഒക്കെയാണ്. മാത്രമല്ല ഏത് കാലാവസ്ഥയിലും ഏത് ദുരന്തത്തിലും എടുത്തു ചാടി വളരെ സാഹസികമായിട്ട് ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ചിലരുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു നമ്മുടെ ഇതിനകത്ത് വന്ന് വെള്ളപ്പൊക്ക സമയത്ത് വയനാടൊക്കെ വയനാട് വന്ന് അല്ലല്ല ഷിരൂർ, മറ്റേ ഈ ഷിരൂർ അവിടെ അർജുന്റെ സമയത്ത് ലോറിക്കകത്ത് പോയി. അതെ. അപ്പൊ ഈ പയ്യൻ ഈ പുളിങ്ങോ, എനിക്ക് ആ ഭാഗം അറിയാം, കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം എന്ന് പറയുന്നത് ചെറുപുഴ അപ്പുറം കടന്നു പോകണം. പുളിങ്ങോ എന്ന് പറയും. തേജസ്വിനി പുഴയിലാന്ന് തോന്നി സംഭവം. അതായത് ഈ കർണാടകയുടെ അതിർത്തിയാണ് അതിനങ്ങോട്ട് വരുന്നത്. ഇതിനപ്പുറം കർണാടക വനമാണെന്ന് തോന്നുന്നു. വനമാണ്, അപ്പുറം വനമാണ്. അവിടുന്ന് വരുന്ന ഇതിന്റെ അകത്ത് ഈ കൃഷി സ്ഥലത്ത് ഈ ബെന്നി എന്ന് പറയുന്ന ഒരു കർഷകൻ ഒറ്റപ്പെട്ടു പോകും. 62 വയസ്സുള്ള. പക്ഷെ അദ്ദേഹം ഒരു തെങ്ങിൽ പിടിച്ചു നിൽക്കുകയാണ്. അത് മിന്നൽ പ്രളയമായിരുന്നു. പുള്ളി എന്താ ഈ ഇവിടെ വരെ വെള്ളമുള്ളായിരുന്നു. അങ്ങനെ നടന്നു പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അടിയൊഴുക്ക് ശക്തം വെള്ളം. അങ്ങനെയാണ് ഇയാൾ തെങ്ങൽ പിടിച്ചു കിടന്ന് അയാൾ ഫോൺ ചെയ്യുകയാണ് വീട്ടിലോട്ട് വിളിച്ചു ഫയർഫോഴ്സിനെ വിളിച്ചു. അപ്പോഴേ തന്നെ ഇയാൾ ഫോണും ഒക്കെ പോയി. ഇയാൾ വളരെ അപകടകരമായ നിലയിൽ നിൽക്കുമ്പോഴാണ് ഇവർ വരുന്നത്. തെങ്ങിൽ കയറ് കെട്ടിയിട്ട് തെങ്ങ് കയറ് ഇയാൾക്ക് എറിഞ്ഞു കൊടുത്തു. അയാൾ അത് കെട്ടിയിട്ട് അപ്പോൾ എന്ത് സംഭവിച്ചു, ഇയാളെ വിരലെന്തോ അതിൽ കയറി ഉടക്കി. ഈ കെട്ടിയ കയറിനിടയ്ക്ക് ഇയാളുടെ വിരൽ കയറി ഉടക്കിയിട്ട് കൈ എടുക്കാൻ പറ്റാതെ പോയത്. അങ്ങനെയാണ് ഈ രാജേഷ് അയാളുടെ അടുത്ത് നീന്തി ചെന്ന് ഈ കയറെ തൂങ്ങി അവിടെ ചെന്നിട്ട് അയാളുടെ ലൈഫ് ജാക്കറ്റ് ഊരി ഇയാളെ ധരിപ്പിച്ച്, കാരണം ഇത്രയും നേരം വെള്ളത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ പോയി. അത് ധരിപ്പിച്ച് കഴിഞ്ഞ് ആദ്യം ഈ രക്ഷാപ്രവർത്തകർ 2 പേര് പോയി, പിന്നാലെ ഈ ബെന്നിയം കയറ്റി വിട്ടു. ഏറ്റവും ഒടുവിലായിട്ട് രാജേഷ് കയറെ തൂങ്ങി വരുന്ന വഴിക്ക് ഇവരേതാണ്ട് അക്കരെ ചെന്ന് നോക്കുമ്പോൾ ഇയാളെ കാണാനില്ല. ഇയാളെ അതിനോട് പിടിവിട്ടു. അത് എന്തെങ്കിലും ഇതിന്റെ പ്രശ്നം എന്താ അറിയോ, ഈ ഞാനിപ്പോ പമ്പയാറ്റ് വെള്ളം കയറും, നിങ്ങൾ കാണുന്ന നിങ്ങളുടെ അവിടത്തേക്കാൾ ഭയാനകമാണ് നിങ്ങളുടെ ആണല്ലോ ആദ്യം വരും. അതിന് ഇപ്പൊ ഈ വലിയ മരത്തടികളെല്ലാം ഒഴുകി വരുന്നുണ്ട്. നമ്മളിവിടെ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഇതിന്റെ അകത്ത് നിൽക്കുമ്പോൾ ഈ മരത്തടികളൊക്കെ നമ്മൾ അടിച്ചുകൊണ്ട് പോകും. ഇത് ഒരു അടിയിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്, നമ്മൾ അറിയത്തില്ല. ഞങ്ങളുടെയൊക്കെ ആ വെള്ളപ്പം കഴിഞ്ഞ് ഞങ്ങളുടെ കോസ്വേയുടെ ഇത് മുഴുവൻ ഇങ്ങനെ വലിയ മരങ്ങൾ തങ്ങി നിൽക്കും. അല്ലെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ 93 തോന്നുന്നു പന്തളം പാലം പോയത് ഓർക്കുന്നല്ലേ? ആണോ? പന്തളം പാലം, MC റോഡിൽ പന്തളം പാലം തകർന്നില്ലേ അന്ന്? ഈ ഏനാത്ത് പാലം തകർന്നു. പന്തളത്ത് അന്ന് ഈ ഒരു പാലമേ ഉള്ളൂ. പഴയ പാലവും മറ്റേ പുതിയ പാലം പണിഞ്ഞ് തീർന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇതേ നിന്നുകൊണ്ട് ഇതുപോലെ വലിയ തടി വരും, അച്ചൻകോവിലാറ്റിൽ നിന്ന് വരുന്ന തടിയാണ്. അതിങ്ങനെ ആൾക്കാർ പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് വമ്പൻ ഒരു തടി ഇതിങ്ങനെ കുറുകെ ഒഴുകി വന്ന് ഒറ്റ അടി ഈ പാലത്തിൽ അടിച്ചിട്ട് ഈ പാലത്തെ നിന്ന ഒരുപാട് പേര് താഴെ പോയി. ഒത്തിരി പേരെ പിന്നെ കണ്ടെത്തിയിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. കുറെ പേര് മരിച്ചായിരുന്നു. ഇത് ഈ വലിയ തടി വന്ന് അടിച്ചതാണ്. ഈ പാലം പെട്ടെന്ന് വൈബ്രേറ്റ് ചെയ്താൽ, മറ്റേ ബ്രിട്ടീഷുകാരുടെ കാലത്തെ പാലമാണല്ലോ, അത് ഈ പാലത്തെ വന്ന് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേന്ന് ആളുകൾ കാണാൻ നിന്നതായിരിക്കും. തടി പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നമ്മുടെ മോഹൻലാലിന്റെ സിനിമയിൽ. വരുന്ന തടി എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരം തടി കിട്ടും. അത് പിടിക്കാൻ കേട്ടോ, ഇപ്പൊ പിടിച്ചാലും കാരണം ഉടനെ കാട്ടുതടിയായി കിട്ടിയാലും പണ്ട് സ്ഥിരം പരിപാടി. ഇതൊന്ന് അടിച്ചു. ഇത് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഈ തേങ്ങ ചെറിയ തോടില്ലേ, ഇപ്പൊ പാമ്പും ഉണ്ട്. പാമ്പ് വന്നു. തേങ്ങ ഇഷ്ടം പോലെ വരും. തേങ്ങ നമുക്കും കിട്ടിയത്. ഞങ്ങളുടെ വീടിന്റെ താഴെ ഇതുപോലെ അച്ചൻകോവിലാർ കയറി വരുമ്പോൾ അവിടെ വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ഭിത്തിയോട് ചേർന്ന് തേങ്ങ വന്ന് കിടക്കും. കുറേ തേങ്ങ വരുന്നുണ്ട്. തേങ്ങയെ പിന്നെ പെരുമ്പാമ്പ്, അതുപോലെ തന്നെ മൂർക്കം പാമ്പ് എല്ലാം പോയി കയറി വരും. വീട്ടിനകത്ത് പാമ്പ് കയറി. ഇപ്പൊ റാന്നിയിൽ ഒരു അരമനയ്ക്കകത്ത് ഇതുപോലെ ചെളി ഇറങ്ങിപ്പോയപ്പോൾ ഒരു മൂർഖനെയും കിട്ടി, ഒരു പെരുമ്പാമ്പിനെയും കിട്ടി. പെരുമ്പാമ്പിനെ കിട്ടിയ കറി വെക്കായിരുന്നു. ഇപ്പൊ അത് നടക്കത്തില്ല. പണ്ടൊക്കെ തടി കിട്ടിയാൽ എടുത്ത് പോയി വിറകാക്കായിരുന്നു. ഇപ്പൊ അത് നടക്കത്തില്ല. ഇതെല്ലാം വനം വകുപ്പിന്റെ ശക്തമായ ഈ കാട്ടുപന്നി ഇങ്ങനെയാണ് വന്നതെന്നാണ് പറയുന്നത്. ഈ കാട്ടുപന്നികൾ ഈ നാട്ടുംപുറങ്ങളിൽ വ്യാപകമായത് ഈ ആറ്റിലൂടെ ഒഴുകി വന്ന് കരയ്ക്ക് കയറി അങ്ങനെ ഇത് സുരക്ഷിത താവളം കണ്ടെത്തി പെറ്റുവരികയെന്നാണ് പറയുന്നത്. ഏറെക്കുറെ അത് ശരിയായിരിക്കാം. ഇപ്പൊ പിന്നെ കാടും നാടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. കാട്ടുള്ളതല്ല ഇങ്ങോട്ട്. ഞങ്ങളുടെ നാട്ടിൽ ഈ കാട്ടുപന്നിയുടെ ശല്യം കുറഞ്ഞു. ഞാനത് അതിശയിച്ചത് എന്താണ്, കാരണം ഇതുപോലെ കടുവയുടെ എണ്ണം കൂടി കടുവയുടെ എണ്ണം കൂടിയൊന്നുമല്ല, നാട്ടുകാരാരാണ്ടെല്ലാം കൂടെ കൂടി വിഷം വെച്ചു.
പടപടാതെ പന്നി ചാകാൻ തുടങ്ങി. ഇത് പിടിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അത്രേ ഉള്ളൂ. വിഷം വെച്ച് ആരും വിഷം വെച്ചിരുന്നില്ല, പന്നി എടുത്ത് കൊണ്ട്. ചില വിദ്വാന്മാർ ഇതിനെ കൃത്യമായിട്ട് കണ്ടിച്ച് വേവിക്കുന്നു. അല്ല, വലിയ പാടാ. അതാ ചിലർ ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ ഫോറസ്റ്റുകാർ ഒരു രക്ഷയില്ല, കണ്ണടക്കത്തില്ല. അയ്യോ, ഫോറസ്റ്റുകാരെ പോലെ കണ്ണിച്ചോരയില്ലാത്ത ഒരു വിഭാഗം, ഒരു യൂണിഫോം ഉദ്യോഗസ്ഥന്മാര് വേറെ ഇല്ല. അല്ല, ഇതിന്റെ ഡെഫിനിഷൻ മാറി. ഇപ്പൊ ഇത് ഈ നാട്ടിൽ വളരുന്ന പന്നിയെ നാട്ടുപന്നിയായിട്ട് കണക്കാക്കണമെന്നാണ് പറയുന്നത്. ഇപ്പം ആർക്കും വെടിവെക്കാം എന്നുള്ള ഇതിലേക്ക് വന്നു. അതായത് ഷൂട്ടർമാർക്ക് ഒരു പരിധിയൊന്നുമില്ല, ഏത് സ്ഥലത്ത് പോയും വെടിവെക്കാം. അങ്ങനെ ഒരു ഇന്നത്തെ ഇളവ് വന്നിട്ടുണ്ടല്ലോ ഇന്ന്. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ ഈ രാജേഷും ഇതുപോലെ എനിക്ക് തോന്നുന്നു വല്ല തടിയോ വല്ലോ അടിച്ചതായിരിക്കണം. പക്ഷെ ഇത്രയും ശേഷിയുള്ള, ഇത്രയും കഴിവുള്ള ഒരു പയ്യൻ ഈ പ്രളയ രക്ഷാപ്രവർത്തനത്തിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് സങ്കടകരമാണ്. എന്തായാലും സംസ്ഥാനം അദ്ദേഹത്തോട് നീതി കാണിച്ചു അല്ലേ. വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇദ്ദേഹത്തിന്റെ അനിയൻ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച 2 കൊല്ലം. അനിയൻ ഞാൻ പത്രവാർത്ത വായിച്ച ഒരു രഞ്ജിത്ത് എന്ന് പറഞ്ഞത് അനിയനാണ് മരിക്കുന്നത്. അതുപോലെ അമ്മയ്ക്ക് എന്തോ അസുഖം ഉള്ള ആളാണ്. ഇയാൾക്ക് ഭാര്യയും 2 പിള്ളേരും ഉണ്ട്. വളരെ കുടുംബം ജപ്തി ഭീഷണിയിലാണെന്നാണ്. സർക്കാർ വീട് വെച്ച് കൊടുക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് അത് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. കാരണം അയാൾ ഒരുപാട് മനുഷ്യജീവനുകൾ രക്ഷപ്പെടുത്തിയ ഒരാളാണ്. നമുക്കതൊരു വലിയ, നമ്മുടെയൊക്കെ ഒരു വിചാരം ഇദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടാകും. ഇവരും അങ്ങനെയാണ് വിചാരിച്ചത്. എത്ര വലിയ ചുഴി ഉണ്ടെങ്കിലും കയ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ പോരാൻ തക്ക സമർത്ഥനായ. ഞാൻ ഈ വെള്ളത്തിന്റെ ഒരു ഭീകരത നമുക്ക് ഇപ്പം ഞാൻ അത്യാവശ്യം നീന്തറിയാൻ തരാം. ഇപ്പം ഞാൻ ഇത്തവണ പോയപ്പോൾ പമ്പയാറ്റിലെ വെള്ളപ്പൊക്കം കണ്ടപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ ഇവിടുന്ന് പോയാൽ മറുപടി കയറുമെന്ന്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ പാറക്കെട്ടുകളിൽ പോയി ഇടിക്കാം, അതുപോലെ തടിക്കഷ്ണങ്ങൾ ഒന്ന് അടിക്കാം, ചുഴികളിൽ ചെന്ന് പെടാം. അതെ, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ടൂർ വന്ന 2 പേര് എവിടെയായിരുന്നു, വടക്കൻ ജില്ലയിൽ എവിടെയാണല്ലോ, ഇതിനകത്ത് വെള്ളച്ചാട്ടത്തിൽ പോയിട്ടൊരു പെണ്ണ് മരിച്ചുപോയി, ഒരു തമിഴ്നാട്ടുകാരി ഒരു മരിച്ചുപോയി. ഈ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് ഈ പാലമൊന്നുമില്ല. അന്ന് ഈ വെള്ളം പൊങ്ങുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഹീറോകളായ ചേട്ടന്മാരുടെ ഇതാണ് വള്ളം ഈ വെള്ളത്തിൽ കൂടെ തുഴഞ്ഞ് അക്കരെ കിടക്കുന്ന മത്സരം പോലെ. ഈ വലിയ വെള്ളപ്പൊക്കമാണ്. അപ്പം വലിയ വള്ളം ഇറക്കിയിട്ട് ഇത് മത്സരിച്ച് ഒഴുക്കിനെതിരെ നീന്തുക. ഇവിടുന്ന് ഇറങ്ങുന്ന സാധനം ഒരു 2 കിലോമീറ്റർ അപ്പുറമായിരിക്കും കേട്ടത്. പക്ഷെ കയറുന്നവരായിരുന്നു ഹീറോ. അങ്ങനെയൊക്കെയുള്ള ഒരു വിനോദമൊക്കെ ഉണ്ടായിരുന്ന കാലം. ഇപ്പൊ അത് നടക്കുകയല്ലോ. ഇപ്പോഴത്തെ ഒഴുക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ചെറിയ ഒഴുക്കുമല്ലോ ആണോ. വന്ന വരവ് കണ്ടില്ല. ഇപ്പൊ ആകെപ്പാടെ എല്ലാവരുടെ തണ്ണീർമുക്കത്തെല്ലാം വന്ന് വേസ്റ്റ് അടിഞ്ഞ് കിടക്കുന്നത്. അല്ല, അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ഇന്നലത്തെ ലോ സ്റ്റോക്കിൽ പറഞ്ഞത് ഈ വേമനാട്ടുകാരുടെ 85% സംഭരണശേഷിയിലും വേസ്റ്റ് ആണെന്നാണ്. 15% വെള്ളമുള്ളതെന്നാണ് പറയുന്നത്. ഇതെല്ലാം നമ്മൾ തന്നെ ഇടുന്നതാണ്. എല്ലാവരും നമ്മുടെ നാട്ടുകാർ തന്നെ കൊണ്ടുവന്ന്. നേരത്തെ പണ്ടൊക്കെ നമുക്ക് ഈ ആറ്റിലിറങ്ങി ആയിരക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേമനാട്ടുകാരുടെ അടിയിലുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് നീക്കം ചെയ്യാന്ന് ഇതിനൊക്കെ സത്യത്തിൽ പദ്ധതികൾ ഉണ്ടാകേണ്ടതല്ലേ. ഇപ്പൊ ഇത്രയും നമുക്കറിയാം ഈ വേസ്റ്റ് ഈ ഹരിതകർമ്മസേന വന്ന് എടുക്കുന്നുണ്ട്. വേസ്റ്റിന്റെ എണ്ണം ഒരുപാട് കുറഞ്ഞിട്ടാണ്. അല്ലായിരുന്നു ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ മണൽ വാരൽ എന്ന് പറയുന്ന പ്രശ്നം പരിഹരിക്കാം. അതായത് ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. നമ്മുടെ ആറ്റുകളിലെ മണൽ വാരുന്നില്ല, നമ്മുടെ ഡാമിലെ മണൽ വാരുന്നില്ല. പ്രത്യേകിച്ച് 2018 ശേഷം ഒന്നും വാരിയിട്ടില്ല. ഇത് അതിനകത്തൊരു വലിയ പ്രശ്നമുള്ളത് ഇത് മണലും ചെളിയും കൂടെ കൂടിക്കൊഴിഞ്ഞു. അത് അതിനോട് സിസ്റ്റം ഉണ്ട്. അതായത് അത് പ്രശ്നമില്ല. അതായത് മണൽ വാരാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വാരുന്നത് എനിക്കറിയാം. ഇതിൻ്റെ അകത്ത് ഈ കൊല്ലി വരെ വാരുമായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വെള്ളത്തിൽ പോയിട്ട് അടിയിലേക്ക് സാധനം ഇട്ടിട്ട് ഇതിങ്ങനെ ഈ കൊട്ടയ്ക്കകത്ത് ഇത് കോരിയിട്ട് ഇത് കുലുക്കിയെടുക്കണം. അപ്പൊ തന്നെ ചെളി പോകും. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഇത് യന്ത്രവൽകൃതമാണ്. നമ്മുടെ ഈ 2018 പ്രളയത്തിന് ശേഷം ത്രിവേണി പമ്പായിൽ വന്ന് അടിഞ്ഞുകൂടിയ മണൽ ഇതുപോലെ കമ്പനി വന്ന് എടുക്കാൻ വേണ്ടി വന്നു. ആദ്യത്തെ കുറേ ലോഡ് എടുത്തപ്പോഴേ അവർക്ക് മനസ്സിലായി ഇത് വലിയ പണിയാണ്. കാരണം ഇത് കരയ്ക്ക് കിടക്കുന്ന മണല, ഇത് കഴുകിയെടുക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ചെളിയാണ് കൂടുതൽ, എക്കലും ചെളിയാണ്, അതിനകത്ത് മണൽ ഒളിഞ്ഞിരിക്കുകയാണ്. ഇത് എടുത്ത് കഴുകി കഴിഞ്ഞാൽ ഈ വേസ്റ്റ് അവിടെ കൊണ്ടിടും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അവരത് ഉപേക്ഷിച്ചിട്ട് പോകാനും. അല്ല, അത് തട്ടിപ്പായിരുന്നു. അതെ, നമ്മുടെ അന്നത്തെ അല്ല വേറൊരു ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ, PP ജോയി അല്ല, വേറെ ആളുണ്ടായിരുന്നു, ജോസ് പാലാക്കാരൻ, പേര് മറന്നുപോയി. പാലക്കാരൻ ഒരു പുള്ളിയുടെ കക്ഷികളായിരുന്നു. പുള്ളി അതിലെ ഹെലികോപ്റ്ററിലൊക്കെ പോയി സെറ്റപ്പ് ചെയ്ത് അത് രസം എന്നാന്ന് വെച്ചാൽ അത് മണൽ വാരൽ പറഞ്ഞില്ല, ചെളി ശുദ്ധീകരിക്കൽ പറഞ്ഞാണ് എടുത്തത്. എന്നിട്ട് ചെളി കണ്ടിട്ടിട്ട് പോയി. അല്ല, ചെളി അവരവിടെ കളഞ്ഞേച്ചു പോയി. പക്ഷെ ഇവര് ഒരുപാട് ചെളി അരിച്ചിട്ട് മണൽ കുറച്ചേ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് അവരത് കളഞ്ഞേച്ചു പോയത്. ചെളി നീക്കം ചെയ്യുക എന്നുള്ളത് ശരിയാണ്. ചെളി നീക്കം പറഞ്ഞാണ് കരാറ്. പക്ഷെ മണൽ പോയി. അവർക്ക് മനസ്സിലായി മണൽ കിട്ടുകയില്ല എന്ന് വന്നപ്പോൾ അത് ഇതുപോലെ പ്രശ്നമായി പോയൊരു സംഭവമാണ്. ഇന്നിപ്പോൾ എന്തായാലും വെള്ളമെല്ലാം ഇറങ്ങി. പക്ഷെ ഇന്നലെ രാത്രി നമ്മുടെ അബിൻ വർക്കിക്ക് ഒരു അപകടമുണ്ടായി. രാത്രിയിൽ അവരുടെ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഇന്നോവയിൽ വന്നിട്ടൊരു സ്വിഫ്റ്റ് ഇടിച്ചു. കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ.
നിസ്സാര പരിക്കുകൾ ഒക്കെ ഈ വെള്ളപ്പൊക്കത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം വർക്ക് ചെയ്ത 2 ജനപ്രതിനിധികൾ അബിൻ വർക്കിയും പഴവളം മധുവാണ് അല്ലേ? അതെ, ചാണ്ടിയമ്മൻ വലിയ വെള്ളത്തിലൊക്കെ ഇരിക്കുന്ന ഫോട്ടോ എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു സോഷ്യൽ മീഡിയ അത് ഇച്ചിരി ഓവറാണോ? ചാണ്ടിയമ്മൻ ഇച്ചിരി ഓവർ കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഒന്നാമത്തെ കാര്യം ഈ വെള്ളത്തിൽ ഇറങ്ങുന്നത് വളരെ സൂക്ഷിച്ചു. എന്ത് അസുഖം വരെ, വളരെ അസുഖങ്ങൾ വരെ. ഈ ഡോക്കി സൈക്ലിൻ എന്താ അതിന്റെ പേര്, എലിപ്പനി ഉണ്ടായിരിക്കാനുള്ള ഗുളിക കഴിച്ചിട്ട് ഇറങ്ങാവൂന്ന്. മാത്രമല്ല ഇപ്പൊ ഈ എന്താ നമ്മുടെ ഈ ഷിഗല്ല ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ അമീബിക് അമീബിക് അതായത് നമ്മുടെ ശരീരം കൊത്തി തിന്നുന്ന ഒരു സാധനമാണ്. അത് ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഈ വെള്ളം ഒന്നും ശുദ്ധമല്ലല്ലോ. നമുക്കിപ്പോ പണ്ടൊക്കെ ആയിരുന്നു ഇത് ശുദ്ധമാണെന്ന് പറയുന്നത്. ഇതിപ്പം ഒന്നാമത്തെ കാര്യം ഈ പമ്പയിൽ ഇത്രയും ജലനിരപ്പ് ഉയരാൻ കാരണം ഡാം തുറന്നു വിട്ടതൊന്നുമല്ല. ശരിക്കും ആ വനമേഖല കണ്ട് ഉരുള് പൊട്ടിയിട്ടാണ് ഇത്രയും മിന്നൽ പ്രളയം ഉണ്ടായത്. അതിനെ നമുക്ക് ആ ഒരു മിന്നൽ പ്രളയം പ്രവചിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു സത്യത്തിൽ അന്നത്തെ. അല്ല, പക്ഷെ മണലെല്ലാം മാറ്റി കൃത്യമായിരുന്നു ഇത്രയും പ്രശ്നം വരത്തില്ല. അല്ല, ഈ ഡാം ഇപ്പോഴും വെറുതെ കിടക്കുകയാണ്, അവിടെയാണ് പ്രശ്നം. അല്ല, നിങ്ങളുടെ മണിയാർ ഡാം ഇപ്പോഴും ഷട്ടർ പണിതിട്ടില്ല? ഇല്ല, ഷട്ടർ പൊക്കി വെച്ചിരിക്കുക. 3 വർഷമായിട്ട് ഷട്ടർ പൊക്കി വെച്ചിരിക്കുക. 2018 തകർന്നാ? അല്ല, തകർന്നതല്ല. ഇതിന് ശേഷം ഇതിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഷട്ടർ പൊക്കിയതാണ് 3 വർഷം മുമ്പ്. അതിൽ 2 ഷട്ടർ ഒരിക്കലും പൊങ്ങുകയില്ല. അതിനകത്തൂടെ ചെളി ഇറക്കി വിടുന്ന 2 ഷട്ടറുണ്ട്. അത് തുറക്കാനേ പറ്റത്തില്ല. 40 വർഷമായിട്ട് അത് ജാമാണ്. ബാക്കി 5 ഷട്ടറുണ്ട്, അതെല്ലാം പൊക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ ഈ മണിയാർ ഡാം ഒന്ന് തടഞ്ഞു നിർത്തുമായിരുന്നു. ഇപ്പൊ അതുമില്ല. ഇപ്പൊ നേരെ ഓപ്പൺ ആയതുകൊണ്ട് വെള്ളം ഒഴിച്ച് പോരും. അതില്ല. എനിക്ക് മണിയാർ ഡാമിനുള്ള ഓർമ്മ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ജീവിതത്തിൽ ആദ്യം കാണുന്ന ഡാം മണിയാർ ഡാമാണ്. ഡാം എന്ന് അതിനെ വിളിക്കത്തില്ല, ബാരേജാണ്. അല്ല, അന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം കാണുമ്പോൾ ഡാമാണല്ലോ. സത്യം പറഞ്ഞാൽ ചെറിയൊരു അവിടെ മണിയാറിൽ ചെന്ന് ബസ് ഇറങ്ങിയിട്ട് അതോട്ട് കട്ടച്ചറ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ അവിടെ കാട്ടിക്കൂടെ പോകണം. അപ്പൊ എന്റെ ഒരു ബന്ധു ആ കട്ടച്ചറ താമസിച്ചു. അപ്പൊ ഈ ആനയെ ഞാൻ കണ്ടിട്ടുണ്ട് പോകുന്ന വഴിക്ക്. വളരെ ചെറുപ്പത്തിൽ എന്റെ ഒരു ട്രൈബൽ സ്കൂളൊക്കെ ഉണ്ട്. ഈ കട്ടച്ചറയാണത്. തണ്ണിത്തോടിന് ഇപ്പറേ, അതിന്റെ മുകളിലാണ് തണ്ണിത്തോട് ചിറ്റാറ് തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ കട്ടച്ചറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളനി ആയിരുന്നു. ആ ഭാഗത്ത് എന്റെ ഒരു ബന്ധു വന്ന് താമസിച്ചായിരുന്നു കുറച്ചു കാലം. അപ്പം ഞാൻ വളരെ ചെറുപ്പത്തിൽ എനിക്കൊരു 17 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഈ മണിയാർ ഇറങ്ങി നടന്നു പോകുമ്പോൾ ഞാൻ ആനയെ കണ്ട് ഊട്ടിയത് ഇപ്പോൾ ഓർക്കുന്നു. നമ്മള് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അതിപ്പോഴും ഉണ്ടോ അവിടെ ആനയുണ്ട്? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആന വഴി നിൽക്കും, നമ്മൾ കൊണ്ട് ഊട്ടത്തില്ലേ ആ സമയത്ത്. എനിവേ, അതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിശേഷം. നമ്മുടെ അടുത്തത് വി ഡി സതീശൻ ഇന്ന് പത്രസമ്മേളനം നടത്തിയിരുന്നല്ലേ? വി ഡി സതീശൻ ഇന്ന് പത്രസമ്മേളനം നടത്തി. മാത്രമല്ല, വി ഡി സതീശനെ നമ്മൾ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി. അതെ, അതായത് ഞങ്ങൾ രണ്ടും രാജ്ഭവൻ മഞ്ജു ഉണ്ട്. ഞങ്ങള് ഇന്നൊരു വളരെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണേണ്ട കാര്യമാണ്. ലൂസ് ടോക്ക് വരുന്ന ഞങ്ങൾ 3 പേരും. ഞങ്ങൾ ഇന്ന് നമ്മുടെ ബി അശോകൻ IAS-ന്റെ പിതാവ് മരിച്ചുപോയി, ബാലസുന്ദരം. ഈ പിതാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് താമസിക്കുന്നത്, ഈ അശോക് സാർ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് കേശവാസ്വരം എന്ന സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്. എന്നാൽ പിതാവ് യഥാർത്ഥത്തിൽ കൊല്ലമാണ് അദ്ദേഹത്തിന്റെ ആസ്ഥാനം. അപ്പം ഈ വീട്ടിൽ വെച്ചാണ് മരിക്കുന്നത്. അപ്പം മൃതദേഹം കാണാൻ ഇന്ന് 9 മണിക്ക് പോട്ടി വീട്ടിൽ മൃതദേഹം എത്തിച്ചു. 11 മണിക്ക് കൊല്ലത്തോട്ട് 2 മണിക്കൂറുണ്ടായിരുന്നു. ഞങ്ങൾ പോവുകയാണ്. നമ്മളൊരു 10 കഴിഞ്ഞപ്പോൾ ചെന്നല്ലേ, ഒരു 10:15 ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വളരെ ഇടുങ്ങിയ വഴിയാണ്. അതെ, വളരെ സാറിന്റെ വീടിന് മുമ്പിൽ മാത്രം ഇച്ചിരി വീതി. അതായത് സാധാരണ തിരുവനന്തപുരം നഗരത്തിലെ വീടുകളുള്ള സ്ഥലങ്ങളിലുള്ളത് ഇടുങ്ങിയ വഴിയാണ്. ഈ ഇടുങ്ങിയ വഴിയിലൊക്കെ അവിടെ ഇവിടെ 1-2 പോലീസുകാർ, അതായത് എല്ലാ കൊച്ചു റോഡുകൾ കയറി വരുന്നിടത്ത് ഓരോ പോലീസുകാരുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന്, പക്ഷെ ഒരു വണ്ടിയും തടസ്സപ്പെടുത്തുന്നില്ല. ഏത് വണ്ടിയും എങ്ങോട്ടും പോകാം. ഞങ്ങളുടെ വണ്ടി മുമ്പോട്ട് പോകുന്നു, വീടിന് മുമ്പിൽ കൊണ്ട് നിർത്തി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു പോലീസുകാർ എന്നോട് പറഞ്ഞു, സാർ ഇച്ചിരി മാറ്റിയിടാവോ, CM വരുന്നുണ്ടോ? ഞാൻ അതിശയത്തോടെ കേട്ടെ, CM വരുന്നുണ്ടോ, ഒന്ന് മാറ്റിയിടാവോ നമ്മളോട് ചോദിക്കുന്നു. വണ്ടി ഡ്രൈവർ അതെടുത്തോണ്ട് പോയി. ഞങ്ങൾ അദ്ദേഹത്തെ അശോക് സാറിന്റെ പിതാവിനെ കണ്ടു, ആദരാഞ്ജലി അർപ്പിച്ച് ഞങ്ങൾ നിൽക്കുമ്പോഴത്തേക്കും CM വരുവാണ്. CMന്റെ മുമ്പിലും പിറകിലും ഉള്ളത് മാതിരി ഓരോ വണ്ടിയുണ്ട്. പിന്നെ മന്ത്രിമാര് 2 പേരും കൂടെ മന്ത്രി റോജിയും ഉണ്ട്, ബിന്ദുകൃഷ്ണ വണ്ടിയിലുണ്ടായിരുന്നു. പിന്നിൽ വന്നു. പിന്നിൽ വണ്ടിയെ മന്ത്രി ബിന്ദുകൃഷ്ണൻ വന്നു. വണ്ടിയെ നിറച്ച ആളുണ്ട്. 4 വണ്ടിയെ വന്നുള്ളൂ. ആകെ 4 വണ്ടി. ഒരെണ്ണം മന്ത്രി ബിന്ദുകൃഷ്ണൻ. ഈ വണ്ടി കൊണ്ട് നിർത്തുന്നു. ഞാൻ നേരെ പോകുന്നു, ആദരാഞ്ജലി അർപ്പിക്കുന്നു, തിരിച്ചു വരുന്നു. ഞങ്ങളോടെല്ലാം എന്നോട് എവിടെയായിരുന്നു, കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നോട് വർത്താനം പറഞ്ഞു. അവിടെ നിന്നല്ല KN ഷാജഹാൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാവരും വർത്താനം പറഞ്ഞു. അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. ഞങ്ങൾ അതിശയിക്കുന്ന കാര്യം, ഇത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഒരു പോലീസുകാരും ഒരു വണ്ടിയും അങ്ങോട്ട് വന്ന് തടഞ്ഞില്ല. സാധാരണ പിണറായിയാണ് വരുന്നതെങ്കിൽ ഇവിടെ പിണറായിയാണ് വരുന്നതെങ്കിൽ സ്ഥിതി ചെയ്താൽ നമുക്ക് അങ്ങോട്ട് വണ്ടി കയറ്റി വിടത്തില്ല. നേരത്തെ തന്നെ ഓർക്കണം,
മെയിൻ വഴിയിലൂടെ പിണറായി വിജയൻ പോകുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ പിണറായി എന്തുകൊണ്ട് ഇപ്പോഴും പലരും ചോദിക്കും പിണറായി എന്തുകൊണ്ട് ഇപ്പോഴും തെറി വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ പിണറായി തെറി വിളിക്കുന്നത് നമ്മൾ പുതിയ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ പിണറായിയുടെ ഓർമ്മ വരും. എന്ത് ചെയ്യാൻ താരതമ്യം വരും എന്തായാലും ഇദ്ദേഹത്തെ കാണുമ്പോൾ. വേറൊരു കാര്യം കൊണ്ട് ഈ വണ്ടി വന്നത് ഒരു വൺ വേ പോലെ അവർ സംവിധാനം ഉണ്ടാക്കിയായിരുന്നു. ആ വൺ വേ വേണേ മുഖ്യമന്ത്രിക്ക് വേണ്ടി കട്ട് ചെയ്ത് നേരെ ഇങ്ങോട്ട് ഇറങ്ങി വരാമായിരുന്നു. ചെയ്തിട്ടില്ല. അവിടെ നിന്ന് പോലീസുകാരൻ വഴി ആ വഴി നമ്മൾ ഇറങ്ങി വന്നില്ലേ, ആ വഴി കൂടെ കറങ്ങിയാണ് അദ്ദേഹം ഇങ്ങനെ വന്നത്. ഓർക്കണം, അതായത് ഈ ചെറിയ വഴിയാണ്, വഴി വേറെ കയറുവാണ്, അപ്പുറക്കടെ കറങ്ങി. കാരണം ഞങ്ങൾ ഇവിടെ തിരിച്ചു പോകുമ്പോൾ അവിടെ കാണുന്നത് വൺ വേ ആണ്. ഏതാ നമ്മളൊരു രമേശ് ചെന്നിത്തല അടക്കം മന്ത്രിമാരായില്ലേ വരുന്നത്. കുറെ മന്ത്രിമാർ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ആ ജംഗ്ഷനിൽ രമേശ് ചെന്നിത്തല അടക്കം മന്ത്രിമാർ പോകുന്നുണ്ട്. പോകുമ്പോഴും ഇങ്ങോട്ട് പോലീസുകാർ ഇൻഡിക്കേറ്റ് ഇട്ടിട്ടും അവിടെ നിന്ന് പോലീസുകാർ സമ്മതിച്ചില്ല, തടഞ്ഞു വിട്ടു നേരെ പോകാൻ പറഞ്ഞു. ആ വൺ വേ സിസ്റ്റം മാനേജ് ഞാൻ അത്ഭുതപ്പെടുത്തിയ 2-3 കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി വരുന്നു എന്നറിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഞങ്ങൾ അവിടെ വരുമ്പോൾ തൊട്ടപ്പുറത്ത് പട്ടം കഴിഞ്ഞു എന്ന് വിളിച്ചു പറയുന്നത് കേട്ടു. മുഖ്യമന്ത്രി വരുന്നത് ഞങ്ങളെ ആരെയും തടഞ്ഞില്ല, ഏത് വണ്ടി ആരെ എങ്ങോട്ട് പോകുന്ന നോക്കിയില്ല, എല്ലാ വണ്ടികളും വന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി വരുമ്പോഴും അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ മാറ്റി നിർത്തിയില്ല. എല്ലാവരോടും പുള്ളി ചിരിച്ച് എല്ലാവരും വർത്താനം പറഞ്ഞു. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ കാര്യം ചോദിച്ചു, നമ്മുടെ ഈ മരമത്തെ മാർക്ക് വേറെ പണിയല്ലോ ചുമ്മാ ഈ ഹെലികോപ്റ്റർ വിവാദമൊക്കെ എല്ലാം പണി. അപ്പൊ പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ഞാനിത് എന്റെ അനുഭവസ്ഥ വിജയൻ പട്ടം തൊട്ട് ഇവിടുത്തെ സിഗ്നൽ ഓഫ് ചെയ്തേനെ. എല്ലാം വണ്ടി ഈ 4 വരിയില് സ്റ്റിൽ അടിച്ച് എല്ലായിടത്തും നിർത്തി. അല്ലാതെ ഇവരിപ്പോ മറ്റേ ഗവർണർ പോകുന്ന വണ്ടി എങ്ങാണ്ട് കാണിച്ചിട്ട് പിണറായി സതീശൻ ഇപ്പൊ നേരിട്ട് കണ്ടുകൊണ്ട് പറയുന്ന. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ നന്തൻകോട് വഴി കടന്നു പോകുന്ന ആളാണ് ഞാൻ. മുഖ്യമന്ത്രിയുടെ വീടിരിക്കുന്ന ക്ലിഫ് ഹൗസിൽ വീടിരിക്കുന്ന നന്തൻകോട് വഴി പോകുന്ന ആളെ. കഴിഞ്ഞ 10 വർഷം അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ് നന്തൻകോട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒരു വണ്ടി എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്ന് നന്തൻകോട് വന്നിട്ട് മറുവശത്തിനെ കറങ്ങി മുഖ്യമന്ത്രി ഗിഫ് ചുറ്റി ഒരു വണ്ടി എപ്പോഴും ഉണ്ട്. അതായത് ഈ ഭാഗത്ത് ഒരു വണ്ടി നിർത്തിയിടാൻ സമ്മതിക്കത്തില്ല, നിർത്തിയിടാൻ പറ്റത്തില്ല. ഞാൻ അവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ പിഴ അടിക്കും. അപ്പോഴത്തേനെ പോലീസ് ഓൺ അടിച്ചിട്ട് മാറ്റെന്ന് പറഞ്ഞിടും. എപ്പോഴും ഒരു വണ്ടിയുണ്ട്. ആ മുഖ്യമന്ത്രിയുടെ വസതി പരിസരത്ത് മുഴുവൻ വാഹനങ്ങളാണ്. എപ്പോഴൊക്കെ മുഖ്യമന്ത്രി കടന്നു പോകുന്നു അന്ന് നമ്മൾ ഈ ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസ് ഇറങ്ങാൻ ആലോചിക്കും. ട്രെയിൻ പോകുമ്പോൾ റെയിൽവേ ഗേറ്റ് അടിക്കുന്നത്. ഈ അനുഭവം നേരിട്ട് 10 വർഷം അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ജീവിതത്തിൽ ഞാൻ ഈ 10 വർഷത്തിനിടയിൽ ഒരു 100 തവണയെങ്കിലും പിണറായി വിജയൻ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം നമ്മൾ ഇയാളെ ചീത്ത തെറി വിളിക്കും. ഞാൻ ആയിരിക്കുന്ന മനുഷ്യൻ മുഴുവൻ തെറി വിളിക്കുക. എന്നിട്ട് ആരെങ്കിലും ഒരുത്തൻ അത് കാരണം അവനെതിരെ കേസ് കൊടുക്കും, പിടിച്ചോണ്ട് അതിക്രമിച്ച് കടന്നു. ഇവിടെയാണ് ഇന്ന് ഈ പോലീസിന് മുമ്പിലും പിന്നെ ഓരോ വണ്ടിയുണ്ട്, മറ്റൊരു വണ്ടി മന്ത്രിയുടെ ഉണ്ട്. ഇവിടെ ഇതിലെ വന്ന് ആളുകളോട് സംസാരിച്ചിട്ട് അദ്ദേഹം അതേപോലെ ഒരാളെയും മാറ്റി നിർത്തിയില്ല. അവിടെ ആരൊക്കെ നിൽക്കുന്നത് പരിശോധന എല്ലാരെയും അഭിവാദ്യം ചെയ്തിട്ടാണ് അദ്ദേഹം പോയത്. മാത്രമല്ല അതിലെല്ലാം ഉപരി ഈ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഒരാളെ നിർത്തത്തില്ല. കാരണം ആ മുറ്റത്തിരിക്കുന്ന പന്തലിരിക്കുന്നവരാണെങ്കിലും ഓടിച്ചേനെ ഒരാളെയും ഒരു തരത്തിലും എന്താ പറയണേ, ഒരു തരത്തിലും ആരെയും ബുദ്ധിമുട്ടാക്കില്ല. അവിടെ കൂട്ടത്തിൽ വന്ന അദ്ദേഹത്തിന്റെ മറ്റേ ഈ കരിമ്പൂച്ച ഭാഷ ധരിച്ച പോലീസുകാരൊക്കെ അവിടെ നിന്ന് നമ്മളെ ആരും നോക്കിയൊന്നുമില്ല. CM കടന്നു പോകാൻ വേണ്ടിയിട്ട് അവരവിടെ വെയിറ്റ് ചെയ്തു. അതെ, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാവുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ തെളിവ്. അതിശയം. ഈ കാര്യത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അന്തം വിട്ടുപോയി. ആരൊക്കെയാണ് അവിടെ നിൽക്കുന്നത് നമുക്ക് ബാധകമല്ല. സത്യം പറഞ്ഞ സുരക്ഷ ഒരു തമാശയാകട്ടെ. അവിടെ ഏതെങ്കിലും ഒരു നിപ്പുണ്ടെങ്കിൽ അവൻ എന്തും ചെയ്യാം. അത്രേ ഉള്ളൂ. അത് ആ സുരക്ഷയ്ക്കകത്ത് അവർ ഇത് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ കുറച്ച് സെക്യൂരിറ്റി മറ്റേ കറുത്ത ഡ്രസ്സ്. എന്താ കാര്യം ഞാൻ പറഞ്ഞ ഈ നിൽക്കുന്ന ഇപ്പൊ തോക്ക് ലൈസൻസ് ഉള്ള ഒരാളെ അവിടെ നിൽക്കുന്നത് വെച്ചോളൂ, അവന്റെ തോക്ക് കാണൂല്ലോ, ഇവര് പരിശോധിക്കുന്നില്ലല്ലോ, ഒന്നും ചെയ്യുന്നില്ല. മാത്രമല്ല ആ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആളിങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ നിരന്ന് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അതിശയിക്കുന്ന ഒരു ഇത് മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്താവുന്നതല്ല. തിരിച്ചിവിടെ വന്ന് ഞാൻ നോക്കുമ്പോൾ പിന്നെ ഒരു അരമണിക്കൂർ കാണുന്നത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അതിനുശേഷം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അവിടെ പോയി മന്ത്രിസഭാ യോഗം കഴിഞ്ഞു. കാരണം മന്ത്രിസഭത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തീരുമാനിച്ചു കാണത്തുള്ളൂ. മന്ത്രിസഭാ യോഗം നടത്തി, മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി. ഇതല്ലേ ഇവിടെ എന്താണെന്നറിയാം, ഇവിടെ അദ്ദേഹം അധികം സമയം കളഞ്ഞില്ല. പെട്ടെന്ന് വരുന്നു, എല്ലാവരെയും ഒന്ന് കണ്ടു, ആദരാഞ്ജലി അർപ്പിച്ചു, കണ്ടു, പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ വളരെ ഇത്രയും സമയം ഒരു 5 മിനിറ്റ് പുള്ളി എടുത്തു. മന്ത്രിസഭ ഉണ്ടായിരുന്നു. അത് അതിനുവേണ്ടിയാണ് അദ്ദേഹം പെട്ടെന്ന് പോയത്. അത് ഈ വന്നതും പോയതും ആരും അറിഞ്ഞില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇദ്ദേഹം വരുന്നു പോകുന്നു. പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ഇപ്പം ആംബുലൻസ് വരെ അതുകൂടെ കുത്തിക്കരിക്കൊണ്ട് വന്നു. ഉറപ്പല്ലേ, ആംബുലൻസും മറ്റേ ഇടിവണ്ടി എല്ലാം ചീറിപ്പാഞ്ഞ് ബഹളം വെച്ച്. ഞാൻ പറഞ്ഞു,
നമുക്ക് ഈ ഒരു വ്യത്യാസം നേരിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഒരു ദിവസം കണ്ടതുകൊണ്ട് നേരിട്ട് മനസ്സിലാവുന്നുണ്ട് നമുക്കിതിൽ ഒരു മനോഹരമായി. ഞാൻ എന്നിട്ട് മന്ത്രി റോജി ഉണ്ടായിരുന്നു, ഈ മുഖ്യമന്ത്രി വണ്ടിക്ക് തന്നെ റോജി ഇടിച്ച് കയറി വന്നത്. റോജി ഇടിച്ച് വന്നിട്ട് റോജിയോട് ഞാൻ ഇച്ചിരി കഴിഞ്ഞേ പോകുന്നുള്ളൂ. ഞാൻ എന്താ കഴിഞ്ഞേ പോകുന്ന കാര്യം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയാണ്. ആ മന്ത്രിയോട് നിൽക്കുക, ആ ഒരു കാര്യം വലിയ കാര്യമല്ലേ. ഒരു മന്ത്രി വന്നിട്ട് അദ്ദേഹം പോകത്തില്ല, ഉടനെ പോവുകയില്ല. ഞാനുണ്ട്, അദ്ദേഹം അവിടെ നിൽക്കുക, സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന്റെ സെക്രട്ടറി. അപ്പൊ എന്നോട് ഞാൻ ഇച്ചിരി കഴിഞ്ഞേ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി മന്ത്രി ബിന്ദുവിനെ കണ്ടു. അപ്പം നഴ്സിംഗ് സമരത്തിന്റെ കാര്യം എന്നോട് ചോദിച്ചത് കഴിഞ്ഞു, കോണ്ടാക്ട് ചെയ്തല്ലോ, അത് കഴിഞ്ഞല്ലോ കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു മാതൃക നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാനതകളിൽ പത്രസമ്മേളനം നിങ്ങൾ അതിന് ശേഷം നടന്നില്ലേ? അതെ, പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത് ഈ നമ്മുടെ പ്രളയത്തെ കുറിച്ചുള്ള നഷ്ടത്തിന്റെ കണക്ക് 26 പേര് മരിച്ചു, അതാണ് പ്രധാനമായിട്ടും അതിനകത്ത് അദ്ദേഹം ഊന്നി പറഞ്ഞത്. പിന്നെ അതിനകത്ത് വീണ്ടും ഈ ഹെലികോപ്റ്ററും കുത്തിക്കൊണ്ട് ഇവര് വന്നു, തീർന്നില്ല അവരപ്പോ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് വ്യത്യസ്തമായിട്ടാണ് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ എല്ലാവരും ഒരാളെ കാണാൻ പോകുന്നു, അതെല്ലാം ഇപ്പൊ നിങ്ങളോട് പറയാൻ പറ്റുമോ എന്നുള്ള ആ സ്റ്റാൻഡിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം അങ്ങോട്ട് പോയി കണ്ടു എന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവളെ കണ്ടു എന്നാണ് പറയുന്നത്. ആ രീതിയിൽ മാറ്റി പറയുന്നത്. മാറ്റി പറഞ്ഞു എന്നും പറഞ്ഞ് വലിയ മാറ്റമൊന്നും അദ്ദേഹം പറഞ്ഞില്ല. പറഞ്ഞതിനകത്ത് ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലൊക്കെ തന്നെ ഉള്ളൂ. ഇവ നമുക്ക് പറയാൻ പറ്റത്തില്ല, അവന്മാരി ഒന്ന് കൊടി കുത്താൻ വേണ്ടി നോക്കിയിരിക്കുമായിരിക്കും. ഇപ്പൊ ഒരു പദ്ധതിയാണ് വരുന്നത്. ഇനി അതല്ലെങ്കിൽ തന്നെ രാജ്മോഹൻ ഇതിന്റെ അകത്ത് ഇദ്ദേഹം 3 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പിണറായി വിജയൻ തള്ളിയതിന്റെ പകുതി പോലെ. പിണറായി വിജയൻ തള്ളിയിട്ട് എന്താ ഇവിടെ വന്നത്? വിശാഖൻ 3 ലക്ഷം കോടി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചില്ലറ സംഖ്യയാണോ ഇത്? നോക്കിയ സംസ്ഥാനത്തിന്റെ പൊതുകട 5 ലക്ഷം. ഇത്രയും കാലം അത് പിണറായി ഉണ്ടാക്കിയതാ. 1.5 ലക്ഷം കോടി ഉണ്ടായിരുന്നുള്ളൂ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോ. ഈ ബാക്കി ഈ 3.5 ലക്ഷം കോടി ഉണ്ടാക്കിയത് പിണറായിയാണ്. ഈ ആകെയുള്ള പൊതുകടത്തിന്റെ ഇത്രയും നിക്ഷേപം ഇവിടേക്ക് വന്നു. എന്ത് കേരളം ഭയങ്കര എന്താണ് സമാധാനപരമാണ്, നിക്ഷേപ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞ കക്ഷിയാണ്. ആദ്യം ആരാണ് ഈ 3 ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പിണറായി പറഞ്ഞിട്ട് ഈ വി.ഡി. സതീശൻ പറഞ്ഞാൽ മതി ആരെ കാണാനാണ് പോയതെന്ന്, അല്ലേ? അതെ. അപ്പൊ ഇത് ഇന്ന് വേറൊരു വിവാദം വന്നു കണ്ടായിരുന്നു. അതായത് ചോദ്യം ചോദിക്കുന്നവരുടെ നേരെ ക്യാമറ വെക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വിവാദം ഇന്ന് വന്നു. 1-2 ഇടത് ഹാൻഡിൽ. അതാ ഞാനും അതാണ് പറയുന്നത്. നല്ല ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ ജനം തിരിച്ചറിയട്ടെ. ഇനിയിപ്പോൾ പിണറായി വിജയന്റെ കാലത്താണ് അങ്ങനെ ഒരു ക്യാമറ വെക്കുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും കൊട്ടേഷന് വേണ്ടിയായിരിക്കും, ചോദിക്കുന്നവന് അടി കൊടുക്കാൻ വേണ്ടിയാണ് അത് വെക്കുന്നത്. പക്ഷെ സതീശന്റെ കാലത്ത് അത് ഉണ്ടാവില്ല. അല്ല, ഞാന് സത്യം പറഞ്ഞാൽ ഇന്നൊരു വീഡിയോ ചെയ്തു വെച്ചു, പക്ഷെ കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ കൂടുതലുണ്ടായിരുന്നു ഇതേ വിഷയം കൊണ്ട്. എനിക്കൊരാൾ, അതായത് ചോദ്യം ചോദിക്കുന്നവരെ ജനം കാണട്ടെ. അതെ, ഇത് ഹാഫ് മുഖ്യമന്ത്രി ഹാഫ് ഇതും വരട്ടെ, സദസ്സും വരട്ടെ. അതെ, ചോദ്യം പത്രപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ചോദ്യം അത് വളരെ സ്വാഗതാർഹമാണ്. കാരണം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ് ആ പിണറായി വിജയന് കൊല്ലത്ത് വെച്ച് ചോദ്യം ചെയ്തത്, ഓർക്കുന്നില്ലേ? നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് പോയത്, നിങ്ങൾ ഇത് എവിടെ പോകണമെന്ന് ചോദിച്ചില്ലേ? ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. അവസാനം അവന്റെ ജാതകം തിരക്കി അവൻ കോൺഗ്രസ്സുകാരനാണെന്നും അവൻ അതിനുവേണ്ടി ചോദിച്ചതാണെന്നും ഒരു മാധ്യമപ്രവർത്തകന് ചോദ്യം ചോദിക്കാനുള്ള അവകാശമില്ല. യാതൊരു അസഹിഷ്ണുതയും സതീശൻ കാണിക്കുന്നില്ല. ദേശാഭിമാനിക്കാരൻ 35 ചോദ്യം ചോദിച്ചാൽ അവസാനം പുള്ളി പറയും, നിങ്ങൾ കുറെ നേരമായിട്ട് ചോദിക്കുക, ഇനി നിങ്ങളൊന്ന് നിർത്തിക്കുക, വേറൊരാൾ ചോദിക്കട്ടെ എന്ന് മാത്രമേ അദ്ദേഹം. അല്ല, അത് ചോദിക്കുന്നവൻ, ഈ വിവരക്കേട് പറയുന്നവൻ ആരാന്ന് ജനം അറിയേണ്ടതാണ്. അവന്റെ പേര് എഴുതി കാണിക്കണം. എന്നാ കുഴപ്പമിരിക്കുന്നത്? ഇന്ന ആളെ ഇന്ന സ്ഥാപനം പിണറായി വിജയൻ ചോദിക്കുമല്ലോ, നിങ്ങളേത് മാധ്യമമാണോ, നിങ്ങളേത് മാധ്യമം. അതുപോലെ സതീശനും ചോദിക്കാമല്ലോ. സതീശനെ ചോദിക്കേണ്ട കാര്യം സതീശനെ വരെ അദ്ദേഹത്തിന് അറിയാം. ഇന്ന ആളെ പേരെടുത്ത് പറയാനുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട്. അങ്ങോട്ട് തിരിച്ചു ചോദിച്ചില്ലേ? അദ്ദേഹം തിരിച്ചു ചോദിച്ചത് ഇതാണ്. എല്ലാ പത്രസമ്മേളനം എല്ലാം കഴിഞ്ഞ സമയത്ത് ചോദിച്ചു. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം PSCയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും പിന്നെ ശബരിമല നെയ് കുംഭകോണമാണ്. ഇതെന്താണ് നിങ്ങൾ ചോദിക്കാത്തത്? അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചു? ഒറ്റ എണ്ണത്തിന് അനക്കമില്ല. എന്താ ചോദിക്കാത്തതെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും പിണറായി വിജയന്റെ തലയിലോട്ടാണ്. ഇത് ചെന്ന് കഴിഞ്ഞാൽ സത്യമല്ലേ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട 2 ചോദ്യമല്ലേ? കാരണം ഇതിപ്പം എന്താ കൂടുതൽ കേസ് വരികയാണ് PSCയിൽ. ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ ആസൂത്രണ ബോർഡിലെ പരീക്ഷ കൂടാതെ മറ്റേ നമ്മളന്ന് പറഞ്ഞില്ലേ ആ ഹോട്ടൽ മാനേജ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ, അത് പിന്നെ വിവരാവകാശ കമ്മീഷൻ ഇന്നലെ എടുത്തിട്ട് വീണ്ടും അലക്കിയിട്ടുണ്ട്. ഇത് മര്യാദയ്ക്ക് മറുപടി കൊടുത്തോണം, അവർ ആവശ്യപ്പെട്ട പേപ്പർ കൊടുത്തോണം എന്നും പറഞ്ഞു. അതിനു മുമ്പ് ഫയലെല്ലാം നശിപ്പിക്കുമല്ലേ? അത് വലിയ രീതിയിൽ. അത് ഇവിടെ മാത്രമല്ല, എല്ലാ വകുപ്പിലും പോലീസിലടക്കം നിർണായകമായ ഫയൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ അരിയുമാണ് ഇവര്. ഇത് തിരിച്ചെടുക്കാതെ അരിഞ്ഞു കൂട്ടി നശിപ്പിക്കുകയാണ്. ഇത് അല്ലാതെ കത്തിച്ചാൽ മൊത്തത്തിൽ കത്തത്തില്ല. അതിനാണ് ഈ പത്രസമ്മേളനത്തിന്റെ അതേ സ്വഭാവമാണ് വാസ്തവത്തിൽ ഇന്നലെ അദ്ദേഹത്തിന്റെ. ഞാൻ പത്രസമ്മേളനത്തിന്റെ സ്വഭാവം എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇന്ന് കണ്ട ഒരു വി.ഡി. സതീശനുണ്ടല്ലോ,
നമ്മൾ ഇന്ന് കണ്ട ആ VD സതീശൻ്റെ സ്വഭാവമാണ് അത് ഇന്നലെ റാന്നി ചെന്നപ്പോഴും കാണാം. അത് ആളുകളുടെ ഇടയിലേക്ക് അദ്ദേഹത്തെ ആളുകളുടെ ഇടയിൽ എല്ലാം മിങ്കിൾ ചെയ്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണ്. അവിടെയാണ് പിണറായി വിജയൻ ഇങ്ങനൊരു സ്ഥലത്ത് പോകത്ത് പോലുമില്ല, ഒരിക്കലും പോകത്തില്ല, ഇതുവരെ പോയിട്ടില്ല. ഇല്ല, അദ്ദേഹം എല്ലാ ദിവസവും ക്യാപ്റ്റൻ ആണെന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കും, സുരക്ഷിതമായി ചാനലിൽ വന്നിട്ട് പത്രസമ്മേളനം നടത്തി പ്രസംഗിക്കും. അത് പോകാത്തതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, വല്ല പകർച്ചവ്യാധിയും പടരുമെന്നുള്ള പേടി, ഇത്രയും പ്രായമുണ്ട് അദ്ദേഹത്തിന്റെ, ഇല്ലാത്ത അസുഖമില്ല. അതാ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി അവിടെ ചെല്ലുമ്പോൾ നാട്ടുകാർ ചീത്ത വിളിക്കുക. പണ്ട് ഓഹി കടപ്പുറത്തുനിന്ന് ഓടിയ ഓർക്കുന്നുണ്ട്, ഓഹി വന്ന സമയത്ത് കടപ്പുറത്തുനിന്ന് ഓടിയതാ. അല്ല, മാത്രമല്ലേ ഈ ഇത്രയധികം സുരക്ഷാ സന്നാഹങ്ങളോടൊപ്പം നടക്കുന്നത് തന്നെ ജനത്തിൽ നിന്ന് അകന്നിരിക്കാനാണ്. അതെ. അപ്പം ഈ പശ്ചാത്തലത്തിൽ VD സതീശൻ ഇന്നലെ അവിടെ ചെന്നിട്ട് ദുരിതബാധിതരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമാണ്, എവിടെയെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിന് എന്തെങ്കിലും കുറവുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല പറയാൻ വേണ്ടി. ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഇടത് ചിന്താഗതിയുള്ള മാധ്യമങ്ങളാണ് ഇപ്പോഴുള്ളത്. ആ ഹണി ഭാസ്കറിന്റെ കുറിപ്പ് കണ്ടായിരുന്നു, അത് കണ്ടായിരുന്നു. അതിനൊന്നും ആരും ചർച്ച ചെയ്ത് ആലോചിച്ചു. ഇപ്പൊ അങ്ങനെ ഒരു കുറിപ്പ് ഞാനെങ്ങാനും എഴുതിയത് എന്തായാലും 10 കേസും എടുത്ത്. ഞാൻ ഒരിക്കൽ ഈ പിണറായിയുടെ 2018 കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഈ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് കൊടുക്കരുത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഈ വിശ്വാസ്യത കുറവാണ്. അപ്പൊ ചില ആളുകളെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിന് പകരം അല്ലാതെ കൊടുത്ത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാനാണെ ദുരിതാശ്വാസ നിധി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു എന്റെ പേര് കേസെടുത്തു. അഖിൽമാരുടെ പേര് കേസെടുത്തു, എന്റെ അഖിൽമാരുടെ ഒക്കെ പേര് കേസെടുത്തു. ഇത് സത്യമാണ്. ഇപ്പൊ അവര് തന്നെ പറയുന്നു നിങ്ങൾ 5 പൈസ കൊടുക്കരുത്. അവരുടെ പ്രചാരണം ഇവന്മാരെല്ലാം കൂടെ ജനവിരുദ്ധം എന്നെ കുറിച്ച് ഈ പറയുന്ന ഹണി ഭാസ്കരന്മാരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കേരള വിരുദ്ധനാക്കി, ദേശവിരുദ്ധൻ, എന്നിട്ട് നാടിന്റെ ശത്രു. അതെ, നാടിന്റെ ശത്രുവാണ് ഇയാള്. അതാണ്. എന്നിട്ട് ഇവര് പറയാണ് ഇത് നശിക്കട്ടെ, ആളുകൾ ചാവട്ടെ, എന്നാൽ മാത്രമേ ഡിഫറൻസ് തിരിച്ചറിയാൻ പറ്റൂ എന്നൊക്കെ പറയുന്നത്. പിണറായിയും ഇവരും തമ്മിലുള്ള ഡിഫറൻസ് തിരിച്ചറിയാൻ വേണ്ടി. അപ്പം ഇന്ന് എന്തോ ഒരു കാർട്ടൂൺ ഞാൻ കണ്ടു. ഒരുത്തരെടുത്ത് വലിയ ഒഴുകുന്ന വെള്ളത്തിലോട്ട് ചാടുക. ഇവൻ സഖാവാണ്. ഞാൻ ഇതിനകത്ത് ആടി ചത്തിട്ട് മരണസംഖ്യ കൂട്ടാവുന്നു. രസകരമായ ഒരു കാർട്ടൂണാണ്, പക്ഷെ സത്യമാണ്. ഇത്തരം പോസ്റ്റുകൾ വെച്ച് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഈ കാർട്ടൂണിന് വലിയ പ്രസക്തിയുണ്ട്. സഖാവ് എടുത്ത് ആടുന്നു, ഞാനിവിടെ ചത്തിട്ട് വേണം ഇവിടെ മരണസംഖ്യ കൂട്ടാൻ. നമ്മുടെ സുഹൃത്താണ് രാജു അബ്രാഹം. പക്ഷെ രാജു എന്താണ് അന്ന് വിളിച്ചു പറഞ്ഞത്? ഡാം തുറന്നു വിട്ട് ബോധപൂർവ്വം. എന്തിനാണ് ഡാം തുറന്നു വിട്ടിട്ടാണ് 2018 വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന യാഥാർത്ഥ്യം. അത് ഇവിടെയും ഇത് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കഥയും ഉണ്ടാക്കി. ഡാം എന്ത് ഡാം? അവിടെ ഏത് ഡാമാ തുറക്കാനുള്ളത്? അന്ന് രാജു അബ്രഹാം കരഞ്ഞത് കൊണ്ടാണ് അയാൾ മന്ത്രിയാകാതെ പോയത്. അറിയാവോ? ഇയാൾ അവിടെ കിടന്നുകൊണ്ട് സർക്കാരിനെതിരെയാണ് കരഞ്ഞത്. അത് വലിയ വിഷയമല്ല. പിണറായിക്ക് ഭയങ്കര കലിപ്പായി പോയില്ലേ. പിന്നെ അദ്ദേഹം പക്ഷെ അതുപോലെ കരഞ്ഞ ആളാണ് സജി ചെറിയാൻ. പിന്നെ എങ്ങനെയൊക്കെ ഒന്ന് കൈയും കാലും പിടിച്ച് സെറ്റ് ചെയ്തു. ഇതെന്ന് വെച്ചാൽ പിണറായി വിജയൻ എല്ലാം ശ്രദ്ധിക്കും. ഞാൻ ഈ ശ്രീജിത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ശബരിമലയിൽ പോയി ശ്രീജിത്ത് അയ്യപ്പൻ കരഞ്ഞു. അപ്പോൾ പിന്നീട് ഒരിക്കൽ ഇദ്ദേഹം പോലീസ് ഓഫീസർമാർ, എന്നോട് വേറെ പോലീസ് ഓഫീസർമാർ കുറേ പേര് നിൽക്കുന്ന സമയത്ത് അതുവരെ ഒന്നും പറഞ്ഞില്ല. ശ്രീജിത്ത് കരച്ചിൽ കൊള്ളായിരുന്നു കേട്ടോ, കൃത്യമായി ക്യാമറകളൊക്കെ മുമ്പിൽ എത്തിച്ച് കരഞ്ഞു, കൊള്ളാം, താങ്കൾ ആഗ്രഹിച്ചതുപോലെ സർക്കാരിനെതിരെ ഒരു ഭക്തരുടെ ഒരു വികാരം ഉണ്ടായി കാണും. അതെ, അപ്പം വിശദീകരിക്കാൻ എല്ലാം എനിക്കറിയാം, കൂടുതൽ പറയണ്ടെന്ന് പറഞ്ഞത് എന്നോട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന പോലീസ് ഓഫീസറാണ്. അതിനാണ് മറ്റേയാളെ പൊക്കി ഇയാൾ കൊണ്ടു നടന്നത്. അജിത്തിനെ കൊണ്ടുനടന്നതിന് വേണ്ടിയാണ്, ഇയാളുടെ വിശ്വസ്തനായിട്ട് അയാളെ കൊണ്ടു നടന്നത് അതിനു വേണ്ടിയാണ്. ഇവർക്ക് ഇത് വലിയ വിഷയമായിരുന്നു. കാരണം എനിക്കിതറിയാം ഇതിൻ്റെ ഒരു വിഷയം വന്നത്. നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ചർച്ച ചെയ്ത് നമ്മൾ വാർത്ത കൊടുത്തത് കോയിപ്പുറത്ത് ഒരാളെ ഇടിച്ചു കൊന്നതല്ല, ഇവനെ ഇടിച്ച് വാരിയല്ലൊടിച്ചു. അവൻ പോയി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തിട്ട് ഇവരെന്ത് ചെയ്തു? ഇത് ചവിട്ടി വെച്ചു. അപ്പോൾ എന്ത് ചെയ്തു? കോന്നിയിലെ CIയും അവിടുത്തെ DYSPയും അവരിതിന് റിപ്പോർട്ട് കൊടുത്തു. ഇവന് പോലീസ് മർദ്ദനത്തിലാണ് മരിച്ചത്. ഈ റിപ്പോർട്ട് ഈ വിജയ് വിനോദ് കുമാർ അവിടെ പൂഴ്ത്തി വെച്ചു. ഇയാൾ പൂഴ്ത്തി വെച്ചു. പക്ഷേ ഇത് എങ്ങനെ ഇത് പുറത്ത് വന്നേ പറ്റത്തുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്കിത് കുറേ പേരെടുത്ത് പറഞ്ഞു തന്നു, ഇങ്ങനെ സംഭവമുണ്ട്. നമ്മൾ വാർത്ത കൊടുത്ത് സാധനം പുറത്ത് വന്നതിൻ്റെ പിറ്റേന്ന് വേറെ കേസ് ഉണ്ടാക്കി ഈ 2 പേരെ ഇവർ സസ്പെൻഡ് ചെയ്തു. പിണറായി വിജയൻ ഇറങ്ങുന്നിടം വരെ അവർക്ക് കയറാൻ പറ്റിയിട്ടില്ല. അവസാനം രമേശ് ചെന്നിത്തല കയറിയ ശേഷമാണ് അവരെ തിരിച്ചെടുത്തത്. എന്തായിരുന്നു അതിന് ഇവർക്കെതിരെയുള്ള പ്രധാന കാരണമെന്നറിയോ? നിങ്ങൾ സർക്കാരിൻ്റെ ഇമേജ് ഇല്ലാതെ, അതാണ് സർക്കാരിൻ്റെ ഇമേജ് തകർത്തു. അവസാനം കോയിപ്പുറത്തെ ആ SHOയ്ക്ക് രാജിവെക്കേണ്ടി വന്നു, അയാളെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഇവരിത് മൂടി വെച്ചിട്ട് അവസാനം ഇപ്പോഴത്തെ പോലെ തന്നെ, ഈ കൊല്ലത്ത് നടന്ന സംഭവം പോലെ തന്നെ, ഇടിച്ചത്
വേറൊരുത്തനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അതെല്ലാം നമ്മൾ പൊളിക്കുക. നമുക്ക് പോലീസ് സോഴ്സ് അല്ലേ, അപ്പോഴപ്പോൾ പൊളിക്കുക. ഇത് ഇമ്മാരൊരുത്തനെ വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണ്. ഇന്നലെ ഇവനെ കൊണ്ട് മൊഴിയിലെ വൈരുദ്ധ്യം എല്ലാം കാണിച്ചു. പക്ഷേ ഇതിനകത്ത് ഈ പിണറായി വിജയൻ ഭയങ്കര കലിപ്പായി പോയി ഈ സംഭവം. എന്നോട് ഈ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട 1-2 പേര് പറഞ്ഞു അവർ കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, അതാണ് വിറ്റ്. ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകനാണ് ഇതിലൊരു ഉദ്യോഗസ്ഥൻ. പക്ഷേ അവർ കാരണം പിണറായിയുടെ ഇമേജ് പോയി. പിണറായിയുടെ കാലത്ത് ലോക്കപ്പ് മർദ്ദനത്തിൽ പരിക്കേറ്റ് വാരിയല്ലൊടിഞ്ഞൊരുത്താൻ സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ പിണറായിയെ ബാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഉടനെ ഇത് അവർക്കിട്ട് പണിയോയി വെക്കുക. കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതെല്ലാമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിലൊരു മാറ്റം വരുന്ന സാഹചര്യമാണല്ലോ. നമുക്ക് ഒരു കാര്യം കൂടി പറയാൻ ആരിഫ് ഹുസൈൻ്റെ കാര്യം കൂടി പറയാം. ആരിഫ് ഹുസൈന് പണി മേടിച്ച് കിട്ടിയത് കേസല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇത് ഈ കേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചാൽ, ഈ ആരിഫ് ഹുസൈൻ ഒരു ഇസ്ലാമിനെതിരെ പോരാടുന്ന ഒരാളാണ്. ഞാനും ആരിഫ് ഹുസൈൻ നമ്മളെ ഏക അഭിപ്രായ വ്യത്യാസം, ആരിഫ് ഹുസൈൻ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം തന്നെ കണ്ടുകൂടാ. എക്സ് മുസ്ലിം പിന്നെ വേറെന്താ, ആരിഫിന് ഇസ്ലാം കണ്ടുകൂടാ, പ്രവാചകനെയും ഖുറാനെയും അള്ളാഹ്. ഞാൻ എപ്പോഴും പറയുന്നത് മതം എന്ന നിലയിൽ ഇസ്ലാമിനെ അങ്ങനെ വിമർശിക്കരുത്. നമുക്ക് അതിൻ്റെ രാഷ്ട്രീയ സംവിധാനം, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കാമെന്ന് എൻ്റെ നിലപാട്. ഞങ്ങളിപ്പോൾ യോജിക്കാത്തൊരു മേഖലയാണ്. പക്ഷേ ഈ ആരിഫ് ഹുസൈൻ ജന്മനാ മുസ്ലിം ആയതുകൊണ്ട് തന്നെ മുസ്ലിമിനെതിരെ വിമർശിക്കുന്നതിനെ നിയമപരമായി നിലനിൽക്കത്തില്ല. അതില്ല. ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മറ്റൊരു മതക്കാരനോ ഇസ്ലാമിനെ വിമർശിച്ചാൽ കലാപം, രണ്ട് മതങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു, കലാപം ഉണ്ടാക്കാൻ നമുക്കെതിരെയൊക്കെ നേരത്തെ എടുത്ത പല കേസുകൾ. അപ്പൊ ആരിഫിനെതിരെ നിൽക്കൂല. അതുകൊണ്ട് പോലീസ് കേസെടുക്കാൻ മടിയായിരുന്നു. പക്ഷെ കോടതിയിൽ പോയി ഒരു ഉത്തരവ് മേടിച്ചു, CMB. പക്ഷെ ഒരു കാര്യമില്ല, അത് നമ്മുടെ ആ നടിയില്ലേ ഹസൻ, എന്താണ് അൻസിബ ഹസന്റെ കാര്യത്തിൽ സംഭവിക്കുന്നു. വിളിച്ചു പോയിക്കൊണ്ട് പിന്നെ നടക്കുന്നത് എന്റെ കേസ് എടുക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. കുറെ കാലം വാർത്ത കോടതി പറയുന്ന ഇതായിരിക്കും, ഇത് കഴമ്പുണ്ട എടുക്കാനായിരിക്കും പറഞ്ഞത്. കേസെടുക്കാൻ പറയും, അത് FIR ഇടും, അന്വേഷിക്കും. അത് കഴിഞ്ഞ് കോടതി റിപ്പോർട്ട് കൊണ്ട് കൊടുക്കും, ഞങ്ങൾ അന്വേഷിച്ചു, ഇതിൽ FIR അപകീർത്തിപരമാണ് എന്ന് പറയും. ഇത് അപകീർത്തികരമായ കാര്യം. അവർ നേരിട്ട് കോടതി പോയി എടുക്കണം, പോലീസിന് റോളില്ല എന്ന് പറയും. അവരുടെ അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. പോലീസ് എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്? പിന്നെ നമ്മളെയൊക്കെ വല്ല ആയിരുന്നു പിണറായി വിജയൻ ആയിരുന്നു ഉടനെ അത് സ്ത്രീത്വത്തെ അപമാനിച്ചു, 2 കലാപാഹ്വാനം, പിണറായി വിജയനെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു സർക്കാരിനെ അട്ടിമറിച്ചു, രാജ്യദ്രോഹം, പിന്നെ എന്താ മറ്റേത് വയർലെസ് ചോർത്തി ഇവിടെ അട്ടിമറി നടത്താൻ. എന്തായാലും ആരിഫ് ഇതൊരു അവസരമായിട്ട് എടുത്തിട്ട് തകർത്ത് വാരുവാണ്. ആരിഫ് ആ പോസ്റ്റുകളെല്ലാം വീണ്ടും ഇടുന്നു, വീണ്ടും ആവർത്തിക്കുന്നു. അതിന്റെ പേരിൽ NIAക്ക് പരാതി കൊടുക്കുന്നു. അതായത് ഏതോ ഒരു YZ എന്നും കണ്ട് പറയുന്ന ഒരു എൻട്രൻസ് ട്രെയിനിങ് സെന്റർ ഉണ്ട്, അങ്ങനെ സാധനം. ഇവരൊരു മുസ്ലിം മാനേജ്മെന്റ് ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു ഡോക്ടറെ ക്ലാസ് എടുക്കാൻ കൊണ്ടുവരുവാണ്. ഈ ഡോക്ടർ പറയുന്നത് സ്ത്രീകൾ പർദ്ദ ഇടുക എന്നുള്ള ചോയ്സ് അല്ല, എല്ലാവരും പർദ്ദ ഇടണം, മസ്റ്റാണ്. ആരും മുഖം കാണിക്കരുത്, ജീൻസ് ഇടരുത്. അതുപോലെ തന്നെ വളരെ മോശമായി സ്ത്രീകളെ വളരെ മോശമായി അധിക്ഷേപിച്ച് നിരന്തരം പ്രസംഗം വരുന്ന ഒരാളാണ് ഈ ഡോക്ടർ. അത് അദ്ദേഹം പറഞ്ഞു, ഇത് മറ്റേ നമ്മുടെ ഈ ഡൽഹിയിലെങ്ങാണ്ടൊരു സർവകലാശാലയിലായിരുന്നോ ഈ അല്ലല്ല ഒരു ഭീകരവാദത്തിൽ കേസുണ്ടാക്കി അടുത്ത കാലത്തൊരു അട്ടിമറി നടന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ വലിയൊരു തട്ടിപ്പ്, അതിന്റെ കേരള പതിപ്പാണെന്ന് പറഞ്ഞാണ് ഇവരുടെ കേസ്. എന്തായാലും പുള്ളി അത് മൂപ്പിച്ച് മാക്സിമം പോസ്റ്റ് ഇട്ട് വീഡിയോകൾ ചെയ്ത് അടിച്ച് തകർക്കുന്നുണ്ട്. എന്തായാലും പുള്ളി അദ്ദേഹം അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ രീതി അറിയാം. അതെ. അപ്പൊ എന്തായാലും അതുകൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. അതിനിടയിൽ നമ്മുടെ മന്ത്രി CP ജോൺ ഇന്ന് മാപ്പ് പറഞ്ഞു. CP ജോൺ അതിര് കിടന്നാണ് പറഞ്ഞത്. അതിനകത്തൊരു CP ജോൺ അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് പോയിട്ടുണ്ട്. രാവിലെ അർച്ച എപ്പോഴും പറഞ്ഞു നമ്മുടെ നാട്ടിലെ ആശുപത്രികളുടെയും സ്കൂളുകളുടെയും ദയനീയ നിലവാരം കൂടെ അതിനകത്ത് വന്നിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇവര് ഈ സൗജന്യം കൊടുക്കാൻ പോകുന്നത്? അതെ, കൊടുത്തു കഴിഞ്ഞപ്പോ ഇപ്പൊ ആ പിടിവിട്ട് പോയി പിന്നെ അത് ആലോചിക്കും, അത്ര ബുദ്ധിയില്ലാത്ത. പിന്നെ മാത്രമല്ല CP ജോണിലെ ആ യഥാർത്ഥ മാർക്സിസ്റ്റുകാരൻ ഉണർന്നു. ധാർഷ്ട്യവും പിന്നെ ആരെയും വകവെക്കത്തില്ല. അധികാരം കിട്ടിക്കഴിയുമ്പോ പിണറായി വിജയനായി അല്ല മുഖ്യമന്ത്രിയായിരുന്നെ നമ്മുടെയൊക്കെ ഊപ്പാട് വന്നേ. എന്തായാലും VD സതീശൻ എന്ന മുഖ്യമന്ത്രി നമ്മൾ ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു തെളിവാണ്. അദ്ദേഹത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചു. കണ്ടപ്പോഴേ എല്ലാവരും പറഞ്ഞു, ആഹാ നിങ്ങൾ കുറച്ച് ദിവസമല്ലേ കണ്ടിട്ട് എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ തകർക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ വീഡിയോ ചെയ്യുന്ന കാര്യം. എന്തായാലും ഈ ആരെന്തെല്ലാം പറഞ്ഞാലും VD സതീശന് വഴിയുണ്ട്. ആ വഴിയിലൂടെ VD സതീശൻ പോവും. ആ വഴി ശരിയുടെ വഴിയാണ്, ആ വഴി വിജയത്തിന്റെ വഴിയാണ്. നന്ദി, നമസ്കാരം.